ഗൾഫ് രാജ്യങ്ങളിൽ വാഹനങ്ങൾ എന്നത് കേവലം ഒരു യാത്രാ ഉപാധി മാത്രമല്ല, മറിച്ച് അതൊരു വലിയ സംസ്കാരത്തിന്റെയും ജീവിത ശൈലിയുടെയും ഭാഗമാണ്. കടുത്ത വേനൽ ചൂടും മണൽക്കാറ്റും നിറഞ്ഞ ഈ ഭൂപ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ ദീർഘകാല സംരക്ഷണവും ഭംഗിയും ഒരുപോലെ നിലനിർത്താൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ള വാഹന ഉടമകൾ ഏറെ ശ്രദ്ധിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒമാനിലെ വാഹന പ്രേമികൾക്ക് ഏറെ ആശ്വാസവും ഒപ്പം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് റോയൽ ഒമാൻ പോലീസ് പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒമാനിലെ വാഹനങ്ങളുടെ ഗ്ലാസ് ടിൻറ്റിങ്, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം, അതുപോലെ ബോഡി റാപ്പിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന നിയമങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത്. വാഹനങ്ങളുടെ റോഡ് സുരക്ഷയും കാഴ്ച സൗകര്യവും ഒട്ടും കുറയ്ക്കാതെ തന്നെ ആധുനികമായ വാഹന കസ്റ്റമൈസേഷൻ രീതികളെ നിയമവിധേയമാക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ ഭേദഗതികൾ അനുസരിച്ച് വാഹനങ്ങളുടെ വിൻഡോ ഗ്ലാസുകൾ കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അതിർവരമ്പുകൾ റോയൽ ഒമാൻ പോലീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ ചട്ടപ്രകാരം ഒമാനിലെ വാഹനങ്ങളുടെ സൈഡ് ഗ്ലാസുകൾക്കും അതുപോലെ പിൻവശത്തെ പ്രധാന ഗ്ലാസിനും പരമാവധി 50% വരെ ടിൻറ്റിങ് ചെയ്യാൻ നിയമപരമായ അനുമതി ഉണ്ടാകും. കടുത്ത മരുഭൂമിയിലെ ചൂടിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും യാത്രക്കാർക്ക് ആശ്വാസം നൽകാൻ ഈ അനുമതി വലിയ രീതിയിൽ സഹായിക്കും. എന്നാൽ സുരക്ഷ മുൻനിർത്തി വാഹനത്തിന്റെ മുൻവശത്തെ വിൻഷീൽഡിൽ യാതൊരു തരത്തിലുള്ള ടിൻറ്റിങ് ചിത്രങ്ങളോ ഫിലിമുകളോ ഒട്ടിക്കാൻ പാടുള്ളതല്ലെന്ന് നിയമം കർശനമായി വ്യക്തമാക്കുന്നു. ഡ്രൈവർക്ക് മുന്നോട്ടുള്ള കാഴ്ച പൂർണ്ണമായും വ്യക്തമായിരിക്കണം എന്നതിനാലാണ് ഈ മുൻ വിൻഷീൽഡിന് ഈ ഇളവ് ബാധകമാക്കാത്തത്. ഇതിനകം തന്നെ ഫാക്ടറിയിൽ നിന്ന് നിറം മാറ്റിയ ഗ്ലാസുകളുമായി എത്തുന്ന അത്യാധുനിക വാഹനങ്ങളുടെ രജിസ്ട്രേഷനും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഗ്ലാസുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് ഒമാനിൽ രജിസ്ട്രേഷൻ അനുവദിക്കുമെങ്കിലും ആ ഗ്ലാസുകൾ കുറഞ്ഞത് 30% പ്രകാശമെങ്കിലും ഉള്ളിലേക്ക് കടത്തിവിടുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് പോലീസ് അധികൃതർ അടിവരയിട്ട് പറയുന്നു. വാഹനങ്ങളുടെ പെയിന്റ് കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കുന്നതിനായി ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം അഥവാ PPF. ഒമാനിലെ പുതിയ ചട്ടങ്ങൾ പ്രകാരം വാഹനങ്ങളിൽ മാറ്റ് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള റാപ്പുകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. മണൽക്കാറ്റും കടുത്ത വെയിലും കാരണം വാഹനങ്ങളുടെ ഒറിജിനൽ പെയിന്റ് മങ്ങുന്നത് തടയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തീരുമാനം വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ഇതിനൊപ്പം പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടി റോയൽ ഒമാൻ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാറ്റ് ഫിലിമുകളോ റാപ്പുകളോ ഉപയോഗിക്കുമ്പോഴും വാഹനത്തിന്റെ പുറംഭാഗത്തിന് ആകർഷകമായ തിളക്കം നിലനിർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അധികൃതർ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള മറ്റ് സാങ്കേതിക മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും വേണം. നിയമവിധേയമല്ലാത്ത നിറം മാറ്റങ്ങളോ റോഡിലെ മറ്റ് യാത്രക്കാരുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളോ പാടില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഗതാഗത നിയമങ്ങളിൽ വരുത്തുന്ന ഇത്തരം മാറ്റങ്ങൾ കേവലം സൗന്ദര്യവർദ്ധനവിന് വേണ്ടി മാത്രമല്ല, മറിച്ച് സുരക്ഷയും പൗരന്മാരുടെ ആവശ്യങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ കൂടിയാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ഗ്ലാസുകൾ അമിതമായി കറുപ്പിക്കുന്നത് രാത്രികാലങ്ങളിൽ ഡ്രൈവർമാരുടെ കാഴ്ച പരിമിതപ്പെടുത്തുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിനുള്ളിലുള്ളവരെ തിരിച്ചറിയുന്നതിനും ഇത് വലിയ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് മുൻ വിൻഷീൽഡ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവയ്ക്ക് 50% പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ആധുനിക സാങ്കേതിക വിദ്യകളായ PPF, റാപ്പിംഗ് എന്നിവയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതിലൂടെ വാഹനങ്ങളുടെ വിപണി മൂല്യം നിലനിർത്താനും ഒമാൻ മോട്ടോർ വിപണിക്ക് പുതിയൊരു ഉണർവ് നൽകാനും ഈ പരിഷ്കാരങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ ഒമാനിലെ വാഹന നിയമങ്ങളിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ പ്രവാസി മലയാളി കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹന ഉടമകളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കസ്റ്റമൈസേഷനുകൾ ഭാവിയിൽ വലിയ തുക പിഴ ഈടാക്കുന്നതിനും വാഹന പരിശോധകരിൽ നിന്നും കടുത്ത നടപടികൾ നേരിടുന്നതിനും കാരണമായേക്കാം. അതിനാൽ പുതിയ ഗ്ലാസ് ടിൻറ്റിങ് പരിധിയും PPF മാനദണ്ഡങ്ങളും കൃത്യമായി മനസ്സിലാക്കി അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക. സുരക്ഷിതമായ ഡ്രൈവിംഗും രാജ്യത്തെ നിയമങ്ങളോടുള്ള ആദരവും ഒമാൻ റോഡുകളിലെ യാത്ര കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.